ഹായ് കൂട്ടുകാരെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ റെവല്യൂഷൻ ദാറ്റ് ഇൻഫ്ലുവൻസ് ദ വേൾഡിലെ 3 റെവല്യൂഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഫസ്റ്റ് വൺ നമ്മൾ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, ഫ്രഞ്ച് റെവല്യൂഷൻ, ലാറ്റിൻ അമേരിക്കൻ റെവല്യൂഷൻ. ആ റെവല്യൂഷൻ ദാറ്റ് ഇൻഫ്ലുവൻസ് ദ വേൾഡിൽ തന്നെ അടുത്ത 2 റെവല്യൂഷനും കൂടെ പഠിച്ചാൽ നമുക്ക് ഈ ചാപ്റ്റർ അങ്ങ് വൈൻഡപ്പ് ചെയ്യാം. വെരി വെരി ഇമ്പോർട്ടൻറ്റ്, റഷ്യൻ റെവല്യൂഷൻ എന്തോന്നാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. റഷ്യൻ റെവല്യൂഷനെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ റഷ്യൻ റെവല്യൂഷൻ എന്തുവാ നമുക്ക് പരിചയപ്പെടാം. ശ്രദ്ധിക്കുക, റഷ്യൻ റെവല്യൂഷൻ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. റഷ്യൻ റെവല്യൂഷൻ, റഷ്യയിൽ രൂപപ്പെട്ട റഷ്യൻ റെവല്യൂഷൻ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു കമ്മ്യൂണിസ്റ്റ് വിപ്ലവമായിട്ടാണ് റഷ്യൻ റെവല്യൂഷനെ അറിയപ്പെടുന്നത്. റഷ്യൻ റെവല്യൂഷൻ്റെ പ്രധാനപ്പെട്ട പോയിന്റിലേക്ക് നമുക്ക് പോകാം. ശ്രദ്ധിക്കുക, the factors and farmers, a tragic life under the autocratic rule of SARS. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഫസ്റ്റ് പോയിന്റ് ആണ് നമ്മൾ പറഞ്ഞത്. ദ ഫാക്ടേഴ്സ് ആൻഡ് ഫാമേഴ്സ്, എ ട്രാജിക് ലൈഫ് അണ്ടർ ദ ഓട്ടോക്രാറ്റിക് റൂൾ ഓഫ് സാർസ്. ഓട്ടോക്രാറ്റിക് റൂൾ ഓഫ് സാർസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് റഷ്യയിലെ ഭരണാധികാരി അറിയപ്പെട്ടിരുന്ന പേരായിരുന്നു സാർ ചക്രവർത്തിമാർ എന്ന് പറയുന്നത്. സാർ ചക്രവർത്തിമാരുടെ സ്വേച്ഛാധിപത്യത്തിന് കീഴിലായിരുന്നു റഷ്യയിലെ ആര്? ഫാമേഴ്സും അതുപോലെ തന്നെ ഫാക്ടറി വർക്കേഴ്സ്. പ്രധാനപ്പെട്ട അവിടുത്തെ കർഷകരും അതുപോലെ തന്നെ അവിടുത്തെ ഫാക്ടറി തൊഴിലാളികളും, പ്രത്യേകിച്ച് അവിടുത്തെ തൊഴിലാളികൾക്കിടയിലാണ് എന്തുണ്ടാവുന്നത്? വിപ്ലവം ഉണ്ടാവുന്നത്. അപ്പോൾ ഈ ഒരു ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അവിടുത്തെ സ്വേച്ഛാധിപത്യത്തിനെതിരായിട്ട് അവിടെ പണ്ടുകാലം മുതലേ തന്നെ എന്ത് ചെയ്യുന്നു? വിപ്ലവ പ്രസ്ഥാനങ്ങൾ രൂപപ്പെട്ടിരുന്നു. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ആണ്, ശ്രദ്ധിക്കുക, ദ Marxist ideologies formulated by Karl Marx. Very very important. The Marxist ideologies formulated by Karl Marx. Karl Marxന്റെ മാർക്സിസ്റ്റ് ഐഡിയോളജിയിൽ നിന്നാണ് അവിടെ എന്ത് രൂപപ്പെടുന്നത്? വിപ്ലവം രൂപപ്പെടുന്നത്. കാറൽ മാർക്സ് എന്ന് പറയുന്നത് ലോക പ്രശസ്തമായ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ നേതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? കാറൽ മാർക്സ് ആണ്. കാറൽ മാർക്സ് എഴുതിയ ഡസ് ക്യാപിറ്റൽ എന്ന് പറയുന്ന കൃതിയിലൂടെയാണ് ലോകത്തിൽ എന്ത് രൂപപ്പെടുന്നത്? കമ്മ്യൂണിസം രൂപപ്പെടുന്നത്. മാർക്സിസ്റ്റ് ഐഡിയോളജി ഫോർമുലേറ്റഡ് ബൈ കാറൽ മാർക്സ്. കാറൽ മാർക്സിന്റെ മാർക്സിസ്റ്റ് ആശയത്തിനെ ബേസ് ചെയ്തുകൊണ്ട് ആണ് അവിടെ ഒരു പാർട്ടി രൂപപ്പെട്ടു. റഷ്യയിൽ രൂപപ്പെട്ട ആ പാർട്ടിയുടെ പേരാണ് റഷ്യൻ സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് ആൻഡ് വർക്കേഴ്സ് പാർട്ടി. ഓക്കെ, ശ്രദ്ധിക്കുക, ബേസ്ഡ് ഓൺ മാർക്സിസ്റ്റ് ഐഡിയോളജിയെ ബേസ് ചെയ്തുകൊണ്ട് അവിടെ രൂപപ്പെട്ട ഒരു പാർട്ടിയാണ് റഷ്യൻ സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് ആൻഡ് വർക്കേഴ്സ് പാർട്ടി. വർക്കേഴ്സ് പാർട്ടി എന്ന് വെച്ചാൽ എന്താണ്? തൊഴിലാളികളുടെ പാർട്ടി. റഷ്യൻ വിപ്ലവത്തിന് നേതൃത്വം നൽകിയ ഈ പാർട്ടിയാണ്. റഷ്യയിലെ റഷ്യൻ സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് ആൻഡ് വർക്കേഴ്സ് പാർട്ടി എന്ന് പറയുന്ന പാർട്ടിയാണ് 1917 നടന്ന റഷ്യൻ വിപ്ലവത്തിന് നേതൃത്വം നൽകിയത്. ഈ പാർട്ടി പിൽക്കാലഘട്ടത്തിൽ 2ആയിട്ട് പിരിയുകയാണ്. ലേറ്റർ ദ റഷ്യൻ സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് ആൻഡ് വർക്കേഴ്സ് പാർട്ടി ഡിവൈഡഡ് ഇൻടു 2 പാർട്ട്. ഫസ്റ്റ് വൺ ബോൾഷെവിക് ആൻഡ് മെൻഷെവിക്. ഓക്കെ, ശ്രദ്ധിക്കുക, ദ റഷ്യൻ സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് ആൻഡ് വർക്കേഴ്സ് പാർട്ടി ലേറ്റർ ഡിവൈഡഡ് ഇൻടു 2 parts. First one, Bolshevik and Menshevik. Bolshevik means majority and Menshevik means minority. Very very important.
ബോൾഷിവിക് എന്ന് പറഞ്ഞാൽ അതായത് ഈ റഷ്യൻ സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി രണ്ടായിട്ട് പിരിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ അംഗങ്ങൾ ഉണ്ടായിരുന്നത് മെജോറിറ്റി ആണ് എന്ന് പറയുന്നത് ബോൾഷിവിക്കും, കുറച്ച് അംഗങ്ങൾ അടങ്ങിയ മൈനോറിറ്റി എന്ത് പേരിൽ അറിയപ്പെടുന്നു? മെൻഷെവിക് പാർട്ടി എന്നും അറിയപ്പെടുന്നു. Okay, the Russian Socialist Democratic Workers Party later divided into two parts. First one, Bolshevik and Menshevik. Who was the leader of Bolshevik party? Lenin. Very, very important. Lenin. Vladimir Ilyich Ulyanov. അല്ലെങ്കിൽ VI ലെനിൻ. ലെനിൻ ആയിരുന്നു ബോൾഷെവിക് പാർട്ടിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ്. അതുപോലെ തന്നെ മെൻഷെവിക് പാർട്ടിയിലെ ആരെന്ന് വെച്ചാൽ ആരാണ്? അലക്സാണ്ടർ കെറൻസ്കി. ഓക്കെ, ലെനിൻ വാസ് ദ ലീഡർ ഓഫ് ബോൾഷെവിക് പാർട്ടി ആൻഡ് അലക്സാണ്ടർ കെറൻസ്കി വാസ് ദ ലീഡർ ഓഫ് മെൻഷെവിക് പാർട്ടി. ഓക്കെ, നമ്മൾ പറഞ്ഞ പ്രധാനപ്പെട്ട 2 പോയിന്റ് ഒന്നും കൂടെ പറയാം. ദ റഷ്യൻ സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് ആൻഡ് വർക്കേഴ്സ് പാർട്ടി ലേറ്റർ ഡിവൈഡ് ഇൻടു 2 പാർട്സ്. ഫസ്റ്റ് വൺ ബോൾഷെവിക് ആൻഡ് സെക്കൻഡ് വൺ മെൻഷെവിക്. The Lenin was the leader of Bolshevik party and Alexander Kerensky was the leader of Menshevik party. Okay. ശ്രദ്ധിക്കുക, റഷ്യൻ റവല്യൂഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ശ്രദ്ധിക്കുക, ബ്ലഡി സൺഡേ. ഓക്കെ, ബ്ലഡി സൺഡേ റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ട് പെട്രോഗ്രാഡ് പട്ടണത്തിൽ നടന്ന ഒരു വലിയൊരു സംഭവമായിരുന്നു ബ്ലഡി സൺഡേ. ബ്ലഡി സൺഡേയെ കുറിച്ച് നിരന്തരമായിട്ട് പരീക്ഷകൾക്കൊക്കെ ചോദിക്കാറുണ്ട്. നമുക്ക് എന്താണ് ബ്ലഡി സൺഡേ നമുക്ക് പരിചയപ്പെടാം. ശ്രദ്ധിക്കുക, the workers organized a huge march at Petrograd demanding political rights and economic reforms. It was fired by soldiers and 100 a massacre. ശ്രദ്ധിക്കുക, എന്താണ് ബ്ലഡി സൺഡേ എന്നാണ് പറഞ്ഞത്. ദ വർക്കേഴ്സ് ഓർഗനൈസ്ഡ് എ ഹ്യൂജ് മാർച്ച് അറ്റ് പെട്രോഗ്രാഡ്. അതായത് റഷ്യയിലെ തൊഴിലാളി, നമ്മൾ പറഞ്ഞ റഷ്യൻ സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് ആൻഡ് വർക്കേഴ്സ് പാർട്ടിയാണ്. അതായത് റഷ്യയിലെ തൊഴിലാളികൾ രൂപീകരിച്ച പാർട്ടിയാണ്. ഈ റഷ്യയിലെ തൊഴിലാളികൾ ഒരു വലിയൊരു സമ്മേളനം, വലിയൊരു സമരത്തിന് ആഹ്വാനം നൽകിയാണ്. ഏത് പട്ടണത്തെ ബേസ് ചെയ്ത? പെട്രോഗ്രാഡ് എന്ന് പറയുന്ന പട്ടണത്തെ ബേസ് ചെയ്ത്. അവർ ഡിമാൻഡ് ചെയ്യുന്ന ഒരേ ഒരു കാര്യമുള്ളൂ, അവർക്ക് രാഷ്ട്രീയ അവകാശങ്ങളും വേണം, സാമ്പത്തിക പരിഷ്കാരങ്ങൾ. ദ വർക്കേഴ്സ് ഓർഗനൈസ്ഡ് എ ഹ്യൂജ് മാർച്ച് അറ്റ് പെട്രോഗ്രാഡ് ഡിമാൻഡിങ് പൊളിറ്റിക്കൽ റൈറ്റ്സ് ആൻഡ് എക്കണോമിക് റിഫോംസ്. ഈ ഒരു കാര്യം ആവശ്യമുണ്ടാക്കി അവർ സമരം ചെയ്തപ്പോൾ ഇതിനെ അടിച്ചമർത്താൻ വേണ്ടി രാജാവ് ശ്രമിക്കുകയും പട്ടാളത്തെ ഇറക്കുകയും 100-ലധികം ആൾക്കാർ ഈ ഒരു സമ്മേളനത്തിൽ പങ്കെടുത്ത് മരണപ്പെടുകയും ചെയ്തു. അതാണ് ബ്ലഡി സൺഡേ എന്നറിയപ്പെടുന്നത്. ഇറ്റ് വാസ് ഫയർഡ് ബൈ ദ സോൾജേഴ്സ് ആൻഡ് 100 a മസാക്കർ. പട്ടാളക്കാർ ഇതിലേക്ക് വരികയും 100-ലധികം വെടിവെക്കുകയും 100-ലധികം തൊഴിലാളികൾ ഇതിൽ മരണപ്പെടുകയും ചെയ്തു. ഇതൊരു ഞായറാഴ്ച ആയിരുന്നു. അതുകൊണ്ട് ഇതിന് എന്ത് പേരിൽ അറിയപ്പെടുന്നു? ബ്ലഡി സൺഡേ അല്ലെങ്കിൽ രക്തരൂഷിതമായ ഞായറാഴ്ച എന്ന പേരിൽ അറിയപ്പെടുന്നു. ബ്ലഡി സൺഡേ. ദ വർക്കേഴ്സ് ഓർഗനൈസ്ഡ് എ ഹ്യൂജ് മാർച്ച് അറ്റ് പെട്രോഗ്രാഡ് ഡിമാൻഡിങ് പൊളിറ്റിക്കൽ റൈറ്റ് ആൻഡ് എക്കണോമിക് റിഫോംസ്. ഇറ്റ് വാസ് ഫയർഡ് ബൈ ദ സോൾജേഴ്സ് ആൻഡ് 100 were massacred. It is called ബ്ലഡി സൺഡേ. ബ്ലഡി സൺഡേ പറഞ്ഞു. അടുത്തതാണ് ഇവിടെ പ്രധാനപ്പെട്ട നടന്ന 2 റവല്യൂഷനും കൂടാണ് പഠിക്കാനുള്ളത്. ഒന്ന് ഫെബ്രുവരി റവല്യൂഷൻ.
ഫെബ്രുവരി റവല്യൂഷൻ, അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഒക്ടോബർ റവല്യൂഷൻ. റഷ്യൻ സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി രണ്ടായിട്ട് പിരിഞ്ഞതിനെ കുറിച്ച് പറഞ്ഞു. ഒന്ന് ബോൾഷിവിക്കും മറ്റൊന്ന് മെൻഷിവിക്കും. അല്ലെ മെൻഷിവിക് പാർട്ടി നടത്തുന്ന റവല്യൂഷൻ ആണ് ഫെബ്രുവരി റവല്യൂഷൻ. ശ്രദ്ധിക്കുക, the workers captured Petrograd. The workers captured Petrograd and Nicholas II was thrown out of power. Very, very important. Tsar Nicholas II. During the Russian Revolution, Russia was ruled by Tsar Nicholas II. റഷ്യയിലെ വിപ്ലവം നടന്ന സമയത്ത് റഷ്യയിലെ ഭരണാധികാരി ആര് എന്ന് ചോദിച്ചാൽ ആരായിരുന്നു? നിക്കോളസ് രണ്ടാമനാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത്രേ ഉള്ളൂ, 1917 എന്ത് നടക്കുന്നത്? റഷ്യൻ റവല്യൂഷൻ നടക്കുന്നത്. അതായത് ഈ 1917 എന്ന് പറയുന്നത് വേൾഡ് ഹിസ്റ്ററി വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാലഘട്ടമാണ്. ശ്രദ്ധിക്കുക, ദ പീരീഡ് ബിറ്റ്വീൻ 1914 to 1918, അതായത് 1914നും 1918നുമാണ് എന്ത് നടക്കുന്നത്? ഫസ്റ്റ് വേൾഡ് വാർ അല്ലെങ്കിൽ ഒന്നാം ലോക മഹായുദ്ധം നടക്കുന്നത്. ഈ ഒന്നാം ലോക മഹായുദ്ധം നടക്കുന്നതൊക്കെ 1914 മുതൽ 18, ഇതിന്റെ ഇടയ്ക്ക് വരുന്നതാണ് എന്ന് പറയുന്നത് 1917. അതായത് ഫസ്റ്റ് വേൾഡ് വാറിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഒരു രാജ്യമായിരുന്നു എന്ന് പറയുന്നത് റഷ്യ. രാജ്യത്തിൽ ഇത്രയും പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സാർ നിക്കോളസ് രണ്ടാമൻ റഷ്യയെ എതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു? ഫസ്റ്റ് വേൾഡ് വാർ. ഇതിനെതിരെ ആയിരുന്നു ഫെബ്രുവരി റവല്യൂഷൻ പ്രധാനപ്പെട്ട കാരണം. ഇതിനെതിരെ അവിടുത്തെ തൊഴിലാളികൾ രാജാവിന്റെ ഭരണത്തെയൊക്കെ തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് അവിടുത്തെ അധികാരം പിടിച്ചെടുക്കുകയാണ്. ശ്രദ്ധിക്കുക, ദ വർക്കേഴ്സ് ക്യാപ്ചർഡ് പെട്രോഗ്രാഡ് ആൻഡ് സർ നിക്കോളസ് II വാസ് ത്രൂ ഔട്ട് ഓഫ് പവർ. എ provincial government was formed by Alexander Kerensky. Very, very important. The provincial government was formed by Alexander Kerensky. It is called February Revolution. എന്താണ് ഫെബ്രുവരി വിപ്ലവം എന്ന് ചോദിച്ചാൽ 1914നും 18നും ലോകത്തിൽ എന്ത് നടക്കുകയായിരുന്നു? ഫസ്റ്റ് വേൾഡ് വാർ നടക്കുകയായിരുന്നു. ഫസ്റ്റ് വേൾഡ് വാർ അല്ലെങ്കിൽ ഒന്നാം ലോക മഹായുദ്ധം. ഒന്നാം ലോക മഹായുദ്ധത്തില് റഷ്യയെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ആര് ശ്രമിച്ചു? നിക്കോളസ് രണ്ടാമൻ ശ്രമിക്കുകയുണ്ടായി. ഇതിനെതിരായിട്ട് അവിടുത്തെ തൊഴിലാളികൾ, പ്രത്യേകിച്ച് അവിടുത്തെ അലക്സാണ്ടർ കെറൻസ്കിയുടെ നേതൃത്വത്തിലുള്ള മെൻഷെവിക് പാർട്ടി എന്ത് ചെയ്തു? പെട്രോഗ്രാഡ് പട്ടണം പിടിച്ചെടുക്കുകയും രാജാവിനെ സ്ഥാനത്ത് നിന്ന് പുറത്താക്കുകയും ഒരു പ്രൊവിൻഷ്യൽ ഗവൺമെന്റ് ആര് രൂപീകരിച്ചു? അലക്സാണ്ടർ കെറൻസ്കി രൂപീകരിച്ചു. ഇതിന് എന്ത് പേരിൽ അറിയപ്പെടുന്നു? ഫെബ്രുവരി റവല്യൂഷൻ. ശ്രദ്ധിക്കുക, ഫെബ്രുവരി റവല്യൂഷൻ, ദ വർക്കേഴ്സ് ക്യാപ്ചർഡ് എ പെട്രോഗ്രാഡ് ആൻഡ് Sir Nicholas II was thrown out of power. A provincial government was formed by Alexander Kerensky. It is called ഫെബ്രുവരി റവല്യൂഷൻ. ഓക്കെ, ശ്രദ്ധിക്കുക, റഷ്യൻ റവല്യൂഷനിലെ ഏറ്റവും ലാസ്റ്റ് ഭാഗത്തിലേക്കാണ് നമ്മൾ നടക്കുന്നത്. ശ്രദ്ധിക്കുക, ഒക്ടോബർ റവല്യൂഷൻ. ഒക്ടോബർ Revolution. On October 1917, the Bolsheviks organized armed rebellion against the provincial government. അതായത് 1917 ബോൾഷെവിക് പാർട്ടി, അതായത് നമ്മുടെ ബോൾഷെവിക് പാർട്ടിയുടെ നേതാവ് നമ്മൾ പറഞ്ഞായിരുന്നു, ആരായിരുന്നു? ലെനിൻ വാസ് ദ ലീഡർ ഓഫ് ബോൾഷെവിക് പാർട്ടി. ലെനിന്റെ നേതൃത്വത്തിൽ, ലെനിൻ എന്ന് പറയുന്ന നേതാവിന്റെ നേതൃത്വത്തിൽ 1917 ബോൾഷെവിക് പാർട്ടിയിലെ അംഗങ്ങൾ ആർക്കെതിരെയാണ്? പ്രൊവിൻഷ്യൽ ഗവൺമെന്റ്. നമ്മൾ പറഞ്ഞു പ്രൊവിൻഷ്യൽ ഗവൺമെന്റ് രൂപീകരിച്ച ആരെയായിരുന്നു? അലക്സാണ്ടർ കെറൻസ്കി. പറഞ്ഞ പോയിന്റ് ഒന്നും കൂടെ പറയാം. ഓൺ ഒക്ടോബർ 1917, the Bolsheviks organized armed rebellion against the provincial government of Kerensky. കെറൻസ്കിയുടെ പ്രൊവിൻഷ്യൽ ഗവൺമെന്റിനെതിരെ ഒരു സമ്മേളനം അല്ലെങ്കിൽ ഒരു വലിയ വിപ്ലവത്തിന് ആര് നേതൃത്വം നൽകി? ലെനിൻ. ശ്രദ്ധിക്കുക, റഷ്യ came under the control of Bolshevik.
Russia came under the control of Bolshevik. It is called October Revolution. വെരി വെരി ഇമ്പോർട്ടന്റ്. ലാസ്റ്റ് പോയിന്റ്, അങ്ങനെ ലെനിന്റെ നേതൃത്വത്തിൽ നടത്തിയ ഈ ആർമിയുടെ റെബല്യനിൽ അല്ലെങ്കിൽ ഒരു വിപ്ലവത്തിൽ നമ്മുടെ പ്രൊവിൻഷ്യൽ ഗവൺമെന്റിനെ അങ്ങോട്ട് പരാജയപ്പെടുത്തുകയും റഷ്യ ആടെ കൺട്രോളിലായി ബോൾഷെവിക് പാർട്ടിയുടെ നേതൃത്വത്തിലായി. അങ്ങനെ ബോൾഷെവിക് പാർട്ടിയുടെ നേതൃത്വത്തിലായ ഈ വിപ്ലവത്തെയാണ് എന്തെന്ന് പറയുന്നത്? ഒക്ടോബർ റെവല്യൂഷൻ ഓർ റഷ്യൻ റെവല്യൂഷൻ. റഷ്യൻ റവല്യൂഷൻ ഇത് നടന്നത് 1917 1917 റഷ്യയിൽ എന്ത് നടക്കുന്നത്? റഷ്യൻ വിപ്ലവം. എന്തുകൊണ്ടാണ് ഈ പ്രൊവിൻഷ്യൽ ഗവൺമെന്റിനെതിരെ ലെനിൻ നടത്തിയെന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ പറഞ്ഞു സാർ നിക്കോളസ് സെക്കൻഡ് ഒന്നാം ലോക മഹായുദ്ധത്തിന് റഷ്യ എന്ത് ചെയ്തില്ല? വിഡ്രോ ചെയ്തില്ല. നേരത്തെ ഇരുന്നത് പോലെ തന്നെയാണ് അലക്സാണ്ടർ കെറൻസ്കി എന്ത് ചെയ്തത്? ഭരണം നടത്തിയത്. എന്നാൽ ആ ഗവൺമെന്റിനെതിരായിട്ട് ആര് വിപ്ലവം നടത്തി? നമ്മുടെ ലെനിൻ നടത്തി. ലെനിൻ അധികാരം ഇരുത്തി പോയി കസേര ഇരിക്കുകയല്ല, അദ്ദേഹം ചെയ്യുവാനുള്ള ഉത്തരവാദിത്തങ്ങളൊക്കെ ചെയ്തു തീർത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഓരോ കാര്യങ്ങളൊക്കെ നിൽക്കുന്നത്. ശ്രദ്ധിക്കുക, ലെനിൻ ആദ്യം ചെയ്യുന്നത് തന്നെ അതാണ്. ഫസ്റ്റ് വേൾഡ് വാർന്ന് 1917 റഷ്യയിൽ ആ വിപ്ലവം നടന്നപ്പോൾ 1914 to 18 നടന്ന ഒന്നാം ലോക മഹായുദ്ധത്തിൽ 18 എന്തില്ല? റഷ്യ ഇല്ല. അതായത് ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്ന് റഷ്യ എന്ത് ചെയ്തു? വിഡ്രോ ചെയ്തു. ഒന്നും കൂടെ പറയാം. ഒക്ടോബർ റെവല്യൂഷൻ ഓൺ October 1970 the Bolsheviks organized armed rebellion against the provincial government, and last one Russia came under the control of Bolshevik, and last point in 1924 formulated USSR Union of Soviet Socialist Republic. ശ്രദ്ധിക്കുക, 1924 USSR എന്ന് പറയുന്ന ഒരു ഫെഡറേഷൻ ആര് രൂപീകരിച്ചു? നമ്മുടെ ലെനിൻ രൂപീകരിച്ചു. 1924 USSR ഫോം ചെയ്യുന്നത്. റഷ്യൻ വിപ്ലവത്തിന്റെ ഫലമായാണ് എന്ത് ചെയ്യുന്നത്? USSRന്റെ മീനിങ് ഇതാണ്, യൂണിയൻ ഓഫ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് ആൻഡ് റിപ്പബ്ലിക്. യൂണിയൻ ഓഫ് സോവിയറ്റ് ആൻഡ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് എന്ന് പറയുന്ന ഒരു വലിയ ഫെഡറേഷൻ എന്ത് ചെയ്തു? രൂപീകരിക്കുക ഉണ്ടായി. അപ്പം ശ്രദ്ധിക്കുക, പറഞ്ഞ പോയിന്റുകൾ ഒന്നും കൂടെ ഒന്ന് പറയാം. ഒക്ടോബർ റെവല്യൂഷൻ, October 1917 the Bolsheviks organized armed rebellion against the provincial government. The Russia came under the control of Bolsheviks. It is called October Revolution or the Russian Revolution. Last one in 1924 1924 USSR ഫോം ചെയ്യുന്നത്. അത് ആരാണ് രൂപീകരിച്ചെന്ന് ലെനിൻ. ലാസ്റ്റ് അതാണ് പറഞ്ഞത്. ലെനിൻ എന്ത് ചെയ്തു? ഈ റഷ്യയില് USSR എന്ന് പറയുന്ന കുറെ റിപ്പബ്ലിക്കൻ രാജ്യങ്ങളൊക്കെ ചേർത്തുകൊണ്ട് ഒരു ഫെഡറേഷൻ രൂപീകരിച്ചു. USSR മീനിങ് യൂണിയൻ ഓഫ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്. ഓക്കെ, ഇനി നമ്മൾ USSRനെ കുറിച്ചൊക്കെ ബാക്കിയുള്ള ക്ലാസ്സുകളിലൊക്കെ എന്ത് ചെയ്യാം? ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇതാണെന്ന് പറയുന്നത് റഷ്യൻ റവല്യൂഷൻ ആണ് പറഞ്ഞത്. റഷ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാർട്ടി നമ്മുടെ മനസ്സിലേക്ക് വരണം. ഏതാണ്? റഷ്യൻ സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് ആൻഡ് വർക്കേഴ്സ് പാർട്ടി. ശ്രദ്ധിക്കുക, നമ്മൾ പഠിച്ചായിരുന്നു മാർക്സിസ്റ്റ് ഐഡിയോളജി ബേസ്ഡ് ഓൺ ദെയർ പാർട്ടീസ് റഷ്യൻ സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് ആൻഡ് വർക്കേഴ്സ് പാർട്ടി. റഷ്യയിൽ രൂപപ്പെട്ട റഷ്യൻ വിപ്ലവത്തിന് നേതൃത്വം നൽകിയ പാർട്ടിയാണ് റഷ്യൻ സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് ആൻഡ് വർക്കേഴ്സ് പാർട്ടി. നമ്മൾ പറഞ്ഞു ലെറ്റ് ദ റഷ്യൻ സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് ആൻഡ് വർക്കേഴ്സ് പാർട്ടി ഡിവൈഡ് ഇൻ ടു പാർട്ട്. ഫസ്റ്റ് വൺ ബോൾഷെവിക്സ് ആൻഡ് മെൻഷെവിക്. ബോൾഷെവിക് ആൻഡ് മെൻഷെവിക് രണ്ടായിട്ട് പിരിഞ്ഞു. നമ്മൾ ഏറ്റവും അവസാനം പറഞ്ഞതും അതാണ്. ബോൾഷെവിക് പാർട്ടിയും മെൻഷെവിക് പാർട്ടിയും വിപ്ലവം നടത്തി. ഏത് വർഷം? 1917. അപ്പൊ റഷ്യൻ വിപ്ലവം നടന്ന വർഷം എന്നാ 1917 ആണ്. 1917 റഷ്യയിൽ എന്ത് ചെയ്തു? രണ്ട് പാർട്ടിയും വിപ്ലവം നടത്തി. നമ്മൾ അതിന് പേരിട്ട് കൊടുത്തു. ശ്രദ്ധിക്കുക, ബോൾഷെവിക് പാർട്ടി നടത്തിയ വിപ്ലവമാണ് എന്ന് പറയുന്നത് ഒക്ടോബർ റവല്യൂഷൻ. മെൻഷെവിക് പാർട്ടി നടത്തിയ വിപ്ലവമാണ് എന്ന് പറയുന്നത് ഫെബ്രുവരി റവല്യൂഷൻ. അതുപോലെ തന്നെ വിപ്ലവം നടത്തിയ നേതാക്കന്മാരെ നമ്മൾ പറഞ്ഞു. ബോൾഷെവിക് പാർട്ടി വിപ്ലവം നടത്തിയ ആരെന്ന് വെച്ചാൽ ലെനിൻ ആയിരുന്നു. മെൻഷെവിക് പാർട്ടി വിപ്ലവം നടത്തിയ ആരെന്ന് വെച്ചാൽ ആരായിരുന്നു?
കെറൻസ്കി അല്ലെങ്കിൽ എന്താണ് അലക്സാണ്ടർ കെറൻസ്കി എന്നായിരുന്നു. ഓക്കെ, ശ്രദ്ധിക്കുക. അപ്പൊ 2 വിപ്ലവങ്ങളാണ് നടന്നത്. ഒന്ന് ബോൾഷിവിക് പാർട്ടി നടത്തിയ എന്താണ് ഒക്ടോബർ റവല്യൂഷനും മെൻഷീവിക് പാർട്ടി നടത്തിയ ഫെബ്രുവരി റവല്യൂഷനും. ഇതിൽ ആദ്യം നമ്മൾ പറഞ്ഞത് ഏതായിരുന്നു? മെൻഷീവിക് പാർട്ടിയുടെ വിപ്ലവമായിരുന്നു. മെൻഷീവിക് പാർട്ടിയുടെ വിപ്ലവം നടത്തിയായിരുന്നു വെച്ചാൽ ആരായിരുന്നു? അലക്സാണ്ടർ കെറൻസ്കി ആയിരുന്നു. അലക്സാണ്ടർ കെറൻസ്കി എന്ന് പറയുന്നത് അവിടെ എന്ത് ചെയ്തു? ഒരു പ്രൊവിൻഷ്യൽ ഗവൺമെന്റ് രൂപീകരിച്ചു. 1917 ഒരു പ്രൊവിൻഷ്യൽ ഗവൺമെന്റ് രൂപീകരിച്ചു. ആര്? അലക്സാണ്ടർ കെറൻസ്കി. പക്ഷേ ഫസ്റ്റ് വേൾഡ് വാറിൽ നിന്ന് ആരെ വിഡ്രോ ചെയ്തില്ല? റഷ്യ വിഡ്രോ ചെയ്തില്ല. അതായിരുന്നു ലെനിന്റെ നേതൃത്വത്തിൽ ഒരു വലിയൊരു റവല്യൂഷൻ ഇതിനെതിരെ, ഈ പ്രൊവിൻഷ്യൽ ഗവൺമെന്റിനെതിരെ നടത്തി. അതാണ് എന്തെന്ന് പറയുന്നത്? ഒക്ടോബർ റവല്യൂഷൻ ആയി മാറി. ആർമിഡ് റെബല്യൻ അഗൈൻസ്റ്റ് ദ പ്രൊവിൻഷ്യൽ ഗവൺമെന്റ്. റഷ്യ came under the control of the Bolshevik party. It is called Russian Revolution. It is called Russian Revolution. And Russian Revolution ഏറ്റവും ലാസ്റ്റ് പോയിന്റ് വെരി വെരി ഇമ്പോർട്ടന്റ്. 1924 ഫോർമേറ്റ് എ USSR യൂണിയനോ സോവിയറ്റ് സോഷ്യലിസ്റ്റ് ആൻഡ് റിപ്പബ്ലിക്. യൂണിയനോ സോവിയറ്റ് സോഷ്യലിസ്റ്റ് ആൻഡ് റിപ്പബ്ലിക് ഫോർമേഡ് ഇൻ 1924. 1924 ലെനിൻ ആയിരുന്നു അത് രൂപീകരിച്ചത്. ഇതോടാണ് എന്ത് അവസാനിച്ചത്? റഷ്യൻ റവല്യൂഷൻ. ഓർത്തിരിക്കുക, പാർട്ടി ഉണ്ടായിരുന്നു, റഷ്യൻ സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് ആൻഡ് വർക്കേഴ്സ് പാർട്ടി. രണ്ടായിട്ട് പിരിഞ്ഞു, ബോൾഷിവിക്കും മെൻഷിവിക്കും. ഇവർ രണ്ട് വിപ്ലവങ്ങൾ, ഒന്ന് ഒക്ടോബർ റവല്യൂഷൻ, മറ്റൊന്ന് ഫെബ്രുവരി റവല്യൂഷൻ. ബോൾഷിവിക് പാർട്ടിയിലെ വിപ്ലവം ഒക്ടോബർ റവല്യൂഷൻ നേതൃത്വം നൽകിയത് ലെനിൻ. മെൻഷിവിക് പാർട്ടിയിലെ ഫെബ്രുവരി റവല്യൂഷൻ നേതൃത്വം നൽകിയതായിരുന്നു കെറൻസ്കി. ഓക്കെ, ലാസ്റ്റ് 1924 USSR രൂപീകരിക്കുകയും അങ്ങനെ റഷ്യ എന്തായി മാറി? ഒരു റിപ്പബ്ലിക്കൻ രാജ്യമായി മാറുകയും ചെയ്തു. ഓക്കെ.